ഇത് ഒരു ചെറിയ ഇനം പശുവാണ്. കാസർഗോഡ് കുളം പശു എന്നാണ് ഇതിന് പറയുക. ഒരു വയസ്സായ പശുവാണ്. കൂണുണ്ടോ ഇതിപ്പോണ്ടല്ലോ സാറേ? അത് പറയാം. ആഹാ, അടിപൊളി. സാർ ഒരു തോരണുള്ളതല്ലേ? ഞാൻ കെജ്രിവാളിന്റെ ഫോളോവറാണ്. ഓക്കെ. ആം ആദ്മി. ഇത് ആദ്യമല്ലോ ഒരു മൂട് കളിച്ച് അരക്കൊട്ടിയെല്ലാം ഉണ്ടാവുമായിരുന്നു. അത് ശരി. നമുക്കൊരു 2-3 സെലക്ട് ചെയ്തൊക്കെ ഇവന്മാർ ഇനിയും വളർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവന്മാരായിരിക്കും. 1, 2 ഭാവിയുള്ള പിള്ളേരാ. കമോൺ എവരിബഡിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ കൗതുകത്തോടു കൂടി വന്ന് ചെയ്യാൻ പോകുന്നൊരു വ്ളോഗാണത്. എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ അല്ല പോട്ടെ, ഇന്ത്യയിലെ അതുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെണ്ടയ്ക്ക, ലേഡി ഫിംഗർ അല്ലേ? ലേഡി ഫിംഗർ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. വെണ്ടയ്ക്ക നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റെക്കോർഡുകൾ, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ എത്തിയിരിക്കുകയാണ്. അതെ, നമുക്ക് സ്ഥലം കറക്റ്റായിട്ട് എത്തിച്ചു തന്നത് എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്, അമലാണ്. അമൽ ഈ നാട്ടുകാരനാണ്. സർവോപരി എന്റെ സർവോപരി എന്റെ ശിഷ്യനാണ്. നിനക്ക് അങ്ങനെ തന്നെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ താറടിക്കുകയാണ്. അതെ, പിഞ്ചു അധ്യാപികയായിരുന്നപ്പം പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾ പഠിച്ച കോളേജിൽ തന്നെയാണ് ജൂനിയർ ആയിട്ട് ഉണ്ടായിരുന്നു. ആ കഥ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വന്ന കാര്യം നമുക്ക് നോക്കാം അല്ലേ? വലിയ വെണ്ടയ്ക്ക, പിന്നെ നല്ല എന്താ പറയാ, സമ്പുഷ്ടമായ ഒരു ജൈവ കൃഷിത്തോട്ടം കൂടെ ഉള്ള ഒരു സാറ്, ബാബു സാറിൻ്റെ, അതായത് കോഫി ബോർഡിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു സാറുണ്ട്. ആ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാറാണ് ആ വെണ്ടയ്ക്ക ഇവിടെ വിളയിച്ച ആള്. ഇത് സ്ഥലം പ്രോപ്പർ പറയുകയാണെങ്കിൽ മാനന്തവാടി തവിഞ്ഞാല് പാലാക്കുളി 4 കിലോമീറ്റർ ദൂരം പാലാക്കുളി എന്ന് പറയും. പാലാക്കുളി എന്നുള്ള സ്ഥലത്താണ് സാറിൻ്റെ വീട്. സാറ് മുറ്റത്ത് തന്നെ നമ്മളെ കാത്തുനിൽപ്പുണ്ട്. സാറിനെ പരിചയപ്പെടാം. ശേഷം നമുക്ക് സാറിൻ്റെ കൃഷിയിടത്തിൽ പോകാം. പിന്നെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വെണ്ടയ്ക്ക കാണുകയും ചെയ്യാം. ഓക്കെ, വാ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാബു സാറ്. ബാബു സാറേ നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ തോട്ടത്തിലാണ്, സാറിൻ്റെ കൃഷിയിടത്തിലാണ്. എന്താ പറയുക, ഇതുവരെ കണ്ടുപിടിക്കുക ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു വെണ്ടയ്ക്ക ആയിരിക്കും അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വെണ്ടയ്ക്ക ബാബു സാറിൻ്റെ തോട്ടത്തിലുണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ. നമുക്ക് പോയി കാണാം അല്ലേ? അന്നപ്പോ തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട്, സാറ് നല്ല അടിപൊളി കർഷകനാണ്. സാറ് കോഫി ബോർഡിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ്. അപ്പം ഇപ്പം ഫാമിംഗ് ഒക്കെ ആയിട്ട് വിശ്രമജീവിതം അല്ലേ സാർ? എന്നാണ് വെണ്ട. ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വെണ്ടകളൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലേ? ഇത് വരുന്ന ആൻസിന്റെ തകരാറ്, ആൻസ് കയറി വന്നാൽ ഇതിങ്ങനെ ആൻസ് ഭയങ്കര ശല്യം. ഇനി നമ്മുടെ താരത്തെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് നമ്മുടെ താരം തന്നെ കുഴപ്പമുണ്ട്. കണ്ടോ 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 കണ്ടോ. ആഹാ, ഒരു അമ്പം വെണ്ടയ്ക്കാണ്. 21 ഇഞ്ച് നീളമാണ് ഈ വെണ്ടയ്ക്കയുടെ നീളം അല്ലേ സാർ? 21 ഇഞ്ച്. ലോകത്ത് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എത്രയാണ്? 17 ഇഞ്ചിന്റെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 17 ഇഞ്ചിന്റെ ആണ്. സമീപിച്ചോ? ഇൻഫർമേഷൻ കൊടുത്തോ? ഇല്ല, ഇപ്പം അപ്ലൈ ചെയ്യണം. ഇന്ന് വൈകുന്നേരം അപ്ലൈ ചെയ്യാൻ പോവാ. എങ്ങനെയാണ്? പഠിക്കുകയായിരുന്നു. ഓൺലൈനായിട്ടാണോ ചെയ്യുന്നത്? ഓൺലൈനായിട്ട്. അപ്പം നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചക്ക ഉണ്ടായിരുന്നു. ചക്ക 2 സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ കൊല്ലത്തും ആ ഭാഗത്തും കണ്ടായിട്ട് അതിലും വലിയൊരു ചക്ക റിപ്പോർട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോ പറയുന്നതും എനിക്ക് അറിയുന്നിടത്തില്ല, ചേർത്തല്ല ഒരു കൃഷിക്കാരൻ ചെയ്യുന്നുണ്ട്. ആനക്കൊമ്പൻ വെണ്ട. ഇത് വിത്തിന് നിർത്തിക്കൊണ്ടാണ് ഇത്രയും വലുതായത്. സാധാരണ നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കും. എല്ലാ രാവിലെയും കട്ട് ചെയ്തെടുക്കും. എല്ലാവരും ഫ്രണ്ട്സ് വന്നാൽ കട്ട് ചെയ്ത് കൊടുക്കും. എല്ലാ രാവിലെയും ഈ പറയുന്ന പോലെ ഇത് ലോകത്തില് വലിയ സംഭവമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടല്ലേ ഒരു ഇത് കണ്ടപ്പോൾ ലിങ്ക ബുക്ക് നോക്കിയപ്പോൾ അത് 17 ഇഞ്ചാണെന്ന് കണ്ടു. അപ്പം ഞാൻ അഗ്രികൾച്ചർ ഓഫീസറോട് പറഞ്ഞു. മൂപ്പര് പിന്നെ ന്യൂസ് ആൾക്കാരെയും കൂട്ടി വന്നു, പത്രക്കാരെ കൂട്ടി വന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇതിപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് വരെ ഇതുവരെ ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പ്രൊസീജിയർ കണ്ടുപിടിക്കാൻ വേണ്ടി ലിമിക്കേനെ. അപ്പോൾ ഇപ്പം പിന്നെ കയറി ഇങ്ങനെ വന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് ഓൺലൈനിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഫോട്ടോസ് വേണം കുറച്ച്. ആദ്യം ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കണം. ഇതിന് വളങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇത് 100% പിന്നെ ജൈവ കൃഷിയാണ്.
എനിക്ക് നാടൻ കാസർഗോഡ് ഇനത്തിൽപ്പെട്ട 3 പശുക്കളുണ്ട്. ചാണകം, മൂത്രം, വേപ്പമണ്ണാക്ക്, പയറുപൊടി, പിന്നെ നല്ല രാസവളം ചേരാത്ത ഒരു പിടി മണ്ണ് അതെല്ലാം ചേർത്തുകൊണ്ടുള്ള പിന്നെ പഴം. ഇപ്രാവശ്യം ഞാൻ ചക്കയാണ് ചേർത്തത്. ചക്ക ചേർത്തുകൊണ്ടാണോ ഈ റിസൾട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാധാരണ പഴങ്ങളാണ് ചേർക്കൽ. ഇപ്രാവശ്യം ചക്ക ആവശ്യമുള്ളതുകൊണ്ട് ചക്ക ചേർത്തു. അതുകൊണ്ട് ചക്ക വലിപ്പത്തിലുള്ള ഒരു വെണ്ടയ്ക്ക വന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ. ചക്ക ആണ് ചേർത്ത പഴത്തിന് പകരം. അത് മിക്സ് ചെയ്ത് 24 hours പുളിപ്പിച്ചിട്ട് 1:10 വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും. 15 ദിവസം വരെയും ഒഴിച്ചു കൊടുക്കും. സാറിന് ഇതിന്റെ ബേസിക് സംഭവങ്ങളെല്ലാം അറിയാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മള് ഇതിന്റെ വേറെ സാറിന് ഒത്തിരി കൃഷിയുണ്ട്, നമ്മൾ കാണിച്ചു തരാം അല്ലേ. ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പൊ ഈ വെണ്ടയ്ക്ക് മാത്രം നമ്മൾ ഇത്ര വലുപ്പത്തിൽ കാണണ്ട. ഇത് ഇത്രത്തോളം ആയി വരുന്ന മറ്റ് പല വെണ്ടയ്ക്കകളും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് വല്ലാത്തൊരു കൗതുകം തന്നെയാണ്. ഇതിപ്പോ ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ വലുപ്പം പിടികിട്ടുന്നില്ല. എന്റെ കൈയും കൂടെ വെക്കുമ്പോൾ ചിലപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടുമായിരിക്കും അല്ലേ. രണ്ട് ടൈപ്പിൽ മെഷർ ചെയ്യുക. ഇവിടെ നിന്ന് മെഷർ ചെയ്യുക, മറ്റേ തണ്ടെന്ന് മെഷർ ചെയ്താൽ 22 ആണ്. അങ്ങനെ അവരെടുത്തിരിക്കുന്നു. 22. അപ്പോൾ നമ്മൾ മെഷർമെന്റ് തുടങ്ങി. ഇച്ചിരൂടെ വളയാനൊക്കെ ഉണ്ടല്ലേ ടേപ്പ്. 22 ഇഞ്ചാണ് ഈ വെണ്ടക്കയുടെ നീളം. അവിടെ നിന്ന് നമ്മൾ ആ മൗത്ത് നിന്നാണെങ്കിൽ 20 ഇഞ്ചസ് ഉണ്ടാവും. 20 ഇഞ്ചസ്. യെസ്, ഷാർപ്പ് കൂടുതൽ വരും. എബോവ് 20, ഓൾമോസ്റ്റ് 21 ഇഞ്ച്. എന്തായാലും ടേപ്പ് അത്രയും ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നത്. ആണോ? ഞാൻ കൃതാർത്ഥനായി ഇത്രയും വലിയൊരു വെണ്ടയ്ക്ക കാണാൻ സാധിച്ചതിൽ. പണ്ട് ഞങ്ങളുടെ പറമ്പിൽ ഒരു വലിയൊരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അത് ഈ തൊഴുത്തിന് പുറകിലായിട്ട് കിടന്നൊരു കുമ്പളങ്ങയായിരുന്നു. അപ്പോൾ പാപ്പൻ്റെ കല്യാണം വന്നപ്പം പറമ്പിൽ കുമ്പളങ്ങ ഉണ്ടല്ലോ, അപ്പം അത് പറിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ചപ്പ മാറ്റി നോക്കൊണ്ട് വലിയൊരു കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒരാളെന്നൊക്കെ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിപ്പത്തിലുള്ളൊരു കുമ്പളങ്ങ. നമ്മൾ പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം റെക്കോർഡിൽ കയറാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും വലിയൊരു സംഭവമായിരുന്നു, വലിയ വാർത്തയായിരുന്നു. അതെ അതെ അതെ. ഇതാ മറ്റു പല കൃഷികളും സാറിൻ്റെ തോട്ടത്തിലുണ്ട്. അതാ വെണ്ട, ഇതൊക്കെ അതേ ഇനം തന്നെയാണല്ലോ സാർ. ആനക്കൊമ്പൻ വെണ്ട, ആനക്കൊമ്പ് പോലെ തന്നെ. യെസ്, അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം ഒരു വലിയൊരു വെണ്ടയ്ക്ക് അതാണ് ഇവിടെ നിൽക്കുന്നത്. വാവ്, ചിലപ്പോ അതായിരിക്കില്ല സാർ, ഇതായിരിക്കും ചിലപ്പോ. ഉറുമ്പ് പ്രശ്നം ഉള്ളതുകൊണ്ട് വളഞ്ഞു പോലെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു കഥ ഇങ്ങനെ കേട്ടായിരുന്നു. സാർ എന്തായാലും പേരാമ്പ്ര സ്വദേശി എങ്ങാണ്ടാണ് അല്ലേ. എന്നിട്ട് സാർ ഇങ്ങനെ ഒരു മൊട്ടക്കുന്ന് സ്വന്തമായിട്ട് മേടിച്ച് ഇതുപോലെ വലിയ കൃഷിഭൂമി ആക്കിയെടുത്തതാന്ന് കേട്ടോ. അമലേ മിണ്ടാന്നൊക്കെ മുന്നോട്ട് വരൂ, കടന്നു വരൂ. അമലിന്റെ ഫാമിലി പ്രോപ്പർട്ടി എന്ന് എനിക്ക് കുറച്ച് തന്നതാണ്. ശരിക്കും എന്നെ ചെറുപ്പത്തിൽ അതിശയായിരുന്നു. ഇങ്ങനെ ആക്കുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാറ് വന്ന് ഇത് തന്നെ മാറ്റി മറിച്ചു. നമുക്കൊരു 2-3 എണ്ണത്തിന് സെലക്ട് ചെയ്തൊക്കെ. ഇവന്മാർ ഇനിയും വളർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവന്മാരായിരിക്കും. 1, 2 ഭാവിയുള്ള പിള്ളേരാ. അതെ, ഇത് വരില്ല, ഇതും വരില്ല ഒരു വില. ഇതാ ഇത് 3 നല്ല ഭാവിയുള്ള വെണ്ടയ്ക്കുള്ള കേട്ടോ. വളർന്നു വലുതാവട്ടെ, ലോകം അറിയപ്പെടുന്നത്. പിന്നെ ഏതാ മുളകുകളുണ്ട്. യെസ്, ഒരുപാട് മുളകുകളുണ്ട്. പിന്നെ കാന്താരി ഇരിപ്പുണ്ട്. ഇനി ഇതൊക്കെ ഇഞ്ചി കണ്ടങ്ങളുണ്ടല്ലോ ചെറുതായിട്ട്. പഴയ ഇഞ്ചിയാണ് ഞങ്ങൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അതും മിക്കവാറും ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ മാത്രം. അതെ അല്ലേ. ചീര നിൽക്കുന്നു, ചീരയുണ്ട്. അതോടെ ആര്യവേപ്പ് നിൽക്കുന്നുണ്ടോ. ഇത് ഇന്ത് ആണ് സാറേ. ഇവിടെ കാര്യമായി കാണാത്തതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ കായ ഉണ്ടാവുന്നില്ല. ബാബു സലീഖിന്റെ അടുത്ത് ഇപ്പൊ ഒരു 30 വർഷം പ്രായമുള്ള ഒരു മരമുണ്ട്, ഇതുവരെ കായായില്ല. താഴെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പലതരത്തിലുള്ള കൃഷികളും സാറ് ചെയ്യുന്നുണ്ട്. റംബൂട്ടാൻ ഇതോ? ശരിയാ. ഇതാ നമ്മുടെ റംബൂട്ടാനുണ്ട്. മാംഗോസ്റ്റി
വരുന്നുള്ളൂ. മാംഗോസ്റ്റിൻ വലുത് അത് ഇത് ഗ്രോത്ത് ഭയങ്കര കുറവാണല്ലേ? ഇത് ബഷീറിനെ ഓർമ്മ വരുന്നു മാംഗോസ്റ്റിൻ എന്ന് പറയുമ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീർ. ഇതാണ് സാറിൻ്റെ ഏതൻ തോട്ടം. ചേനക്കൃഷി. ഇതാ മഞ്ഞള്, പയറ് തീരാറായല്ലേ? തീരാറായി. ഇവിടെ ഉണ്ടല്ലേ വേണ്ട? അതേ തന്നെയല്ലേ സാർ? ഇഞ്ചി. അതവിടെ ചേമ്പ് കാണുന്നു. ചേമ്പ്, കൂവ, വാഴ, ഏത്തവാഴ, ഇളവൻ മത്തൻ വേണോ ഒന്ന് കാണിച്ചത്. ആ കണ്ടേക്കാം. ഇതാണ് ഇളവൻ. ഇളവൻ. ഇത് മത്തൻ. ഇളവനും മത്തനും. വാഴ. ഇതെല്ലാം വീട്ടാവശ്യത്തിനുള്ള പരിപാടി. എല്ലാം വീട്ടാവശ്യത്തിന് തന്നെയാണ്. കച്ചവടം ഇതിൽ ചെയ്യുന്നില്ല. ഇതെല്ലാം പാൽച്ചേമ്പ്. ഇത് കൂവ. എറോറൂട്ട്. കൂവ ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ളൊരു കൃഷിയാണ്, ഒരു വിളയാണ്. കൂവപ്പൊടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മളെയൊക്കെ പറമ്പുകളിലൊക്കെ മിക്കവാറും ഉണ്ടാകുന്നൊരു സാധനമാണ് കൂവ. അത് ഇടിച്ച് പൊടിച്ച് ചാറാക്കി എടുക്കുന്നത്, പിന്നെ അത് പൊടിയാക്കി സംസ്കരിച്ചെടുക്കുന്ന രീതികളൊക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇത് വേറൊരു എണ്ണം ചേമ്പ്. ഇപ്പോൾ വയലുകളിലൊക്കെ കാണുന്നത് അതല്ല, നാട്ടിൽ എല്ലാം ചെയ്യുന്നതാണ്. എന്താ ഇവിടെ മക്കളെ പോറ്റിന്നോ മറ്റോ പറയുന്നു. നാട്ടില് നൊട്ടിച്ചേമ്പ് എന്നാ നാട്ടിൽ പറയുന്ന പേര്. നമ്മളെ നാട്ടിൽ അവിടെ നിന്ന് കൊണ്ടുവന്നു. അതെല്ലേ? നല്ല വിളവുണ്ടോ? എങ്ങനെയാണ്? ഇത് ആദ്യമെല്ലാം ഒരു മൂട് കളിച്ച് അരക്കൊട്ടിയെല്ലാം ഉണ്ടാവുമായിരുന്നു. അത് ശരി. അല്ല സാറിന് ഇപ്പോൾ വൈകുന്നേരം ഇച്ചിരി ചേമ്പ് അല്ലെങ്കിൽ ഇച്ചിരി വാഴയ്ക്ക പുഴുങ്ങി അല്ലെങ്കിൽ ചേന പുഴുങ്ങിയൊക്കെ തോന്നിയാൽ? എൻ്റെ പ്രധാന കറി ഏത്തക്കയും പയറുമാണ്. ഏത്തക്കയും പയറുമാണ്. പക്ഷേ എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പയറുകാരാണെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട. എല്ലാ പയറുകളും. ഞാനിപ്പോൾ മറ്റേ ഇവിടെ ഒരു നാടൻ പയർ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പുറത്ത്. അത് കിലോയ്ക്ക് 110 രൂപ. അത് ചുവന്ന നല്ല അതിൻ്റെ ഇതാണ് ഞാനിവിടെ നട്ട് പറിച്ചത്. അത് 110 രൂപയോ? പൊളിക്കുന്ന മണിപ്പയർ. അത് ഇപ്രാവശ്യം 110 രൂപ. അത് ഇപ്പം ഫേമസ് ആയി. അതിപ്പം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എടുത്തു തോന്നുന്നു ആ ഏരിയ. അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ആ പയർ എന്തോ ഒരു പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ചേർത്ത് ആ പയർ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറേ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴുങ്ങി അടിക്കുന്നത്. ഇവിടെ കൂണുണ്ടായിരുന്നില്ല സാറേ? അത് പറയും. ആഹാ, ഇത് കറിക്കൂണല്ല, നല്ല കൂണല്ല. ഇത് രണ്ട് നല്ല പാവക്കൂണുകൾ. അടിപൊളി. സാറ് ഒരു തോരനുള്ളോ അല്ലേ? കൊതിയാവുന്ന മറ്റു കൂണുകളൊക്കെ ഉണ്ട്, പക്ഷെ ഭക്ഷ്യയോഗ്യമല്ല. ഇത് നോക്കുമ്പോ എല്ലാ കൂട്ടത്തിലും ഓരോ കൂണുണ്ട്. നട്ടുവെച്ച പോലെ ഉണ്ട്. ഇതെല്ലാം നോക്കിയേ, ആ കൂട്ടത്തിലുണ്ട്, ഈ കൂട്ടത്തിന്റെ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് വെള്ള കാന്താരി. അത് വളർത്തുന്ന കാന്താരി. അതിപ്പം പക്ഷികൾ വളർത്തുന്ന വലിയ കാന്താരി. അതിവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കെജ്രിവാളിന്റെ ഫോളോവറാണ്. അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വള്ളുവാടിയും 2-3 സ്ഥലത്ത് കൃഷി വെച്ചിട്ട് നെല്ല് വാങ്ങിച്ചിട്ട് ആ നെല്ല് കൊണ്ട് നമ്മളെ അമ്പലവയലിന് ഇപ്പുറമുള്ളൊരു പാറയുണ്ട്. ആ പാറയിനടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഒരാൾക്ക് ഒരു വണ്ടർക്ക് മില്ലുണ്ട്. ഫൈനൽ റോക്കിൻ്റെ അടുത്ത് ഒരു മില്ലുണ്ട്. ആ മില്ലിൽ നിന്ന് അരിയാണ് നമ്മൾ ഉപയോഗിക്കുക. അരിയും അവിലും വെളിച്ചെണ്ണ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. ഓൾമോസ്റ്റ് ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കവുങ്ങ് വീടിന്റെ. അപ്പൊ അവിടുത്തെ ഗൃഹനാഥനോട് ഇച്ചായൻ പറഞ്ഞൊരു ഡയലോഗ് ആയിരുന്നു. മറ്റേ റിപ്പീറ്റ് പറഞ്ഞു. ആ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഞാൻ കണ്ടു. ആ എപ്പിസോഡ് കണ്ടിരുന്നു. അത് ഞങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുകയാണ് മൊത്തത്തില്. ഇങ്ങനെയുള്ള കുറെ ആളുകളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ. എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും തെളിച്ച വഴിയെ പോവാതെ പോയ വഴി തെളിക്കുന്ന
ജീവിതങ്ങൾ എപ്പോഴും നമുക്ക് പുതിയൊരു വഴി. ഇൻസ്പയറിംഗ് ആണ് എല്ലാവർക്കും അല്ലേ. സർവ്വസുഗന്ധി ഓൾ സ്പൈസസ്. അതിൻ്റെ അടുത്തോടെ പോകുമ്പോൾ ഒരു മണം വരാണ്ട്. ഒരല്ല കുറയ്ക്കും. എനിക്ക് തിന്നാൻ ഇഷ്ടമാണ്. ചുമ്മാ കടിച്ചുകൊണ്ട് കിടക്കാം. ഭയങ്കര എരിവും തരിപ്പൊക്കെ ഉണ്ടാവും. രാവിലെ പല്ലുകാക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരല്ല. താങ്ക് യു. സാറിന്റെ ഗ്രീൻ ഹൗസ്. സാറിന്റെ ഗ്രീൻ ഹൗസ്. ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ഊട്ടി ക്യാബേജ്, കോളിഫ്ലവർ, ഇത് ചൈനീസ് ചീര. ചിലരെങ്കിലും ഇതിനെ തെറ്റിദ്ധരിച്ച ലെറ്റൂസ് എന്ന് പറയാറുണ്ടോ? വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് ലെറ്റൂസ് റോ ഉപയോഗിക്കാം. അതല്ലേ. സാറ് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണല്ലേ ഒരു അപകടം പറ്റിയിട്ട്? ഇത് ഇനി കംപ്ലീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഗ്രീൻ നെറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത കൊല്ലം ഫുൾ സ്വിങ്ങിലേക്ക് വരും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സാറ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. സാറിന്റെ പറമ്പിൽ കൂണ് കിട്ടുമ്പോൾ നിങ്ങൾ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്രാവശ്യം കൂണ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ പറമ്പിൽ സ്ഥിരമായിട്ട് കൂണുകൾ ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടായിരുന്നു, മറ്റേ അരിക്കൂണില്ലേ. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കൂണ് കിട്ടുമ്പോൾ ഞങ്ങളൊരു വ്ലോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പറമ്പിലിറങ്ങി തപ്പലാണ്, ഒരു കൂണ് പോലും ഇത് കിട്ടിയിട്ടില്ല. ഇത് ഒരു ചെറിയ ഇനം പശുവാണ്. കാസർഗോഡ് കുള്ളം പശു എന്നാണ് ഇതിന് പറയാ അല്ലേ. ഒരു വയസ്സായ പശുവാണ്, പശുക്കുട്ടിയാണ്. പശുക്കുട്ടിയാണ് നമ്മൾ, ഞാൻ വിചാരിച്ച് കിടാവാന്നോ വിചാരിച്ചേ. അച്ഛൻ കൂടെ പോയി നിന്നോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. പേടിയാണ്. പശുക്കിടാവെന്ന് പറയുള്ളൂ, കുള്ളം പശുവാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഇനമാണ് കേട്ടോ. എങ്ങനെയുണ്ട് സാറ്? മൊത്തത്തിലൊരു വെറൈറ്റി അല്ലേ. അപ്പൊ ഇതാണ് സാറിന്റെ കൃഷി വിശേഷങ്ങളും നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വെണ്ടയ്ക്കയുടെ വിശേഷം. ഏറ്റവും വലിയ വെണ്ടയ്ക്ക് വിശേഷങ്ങളും ഫോർ നൗ. അപ്പൊ ഭാവിയിലുള്ളതും ഇവിടെ തന്നെ ആയിരിക്കും മിക്കവാറും, കാരണം എല്ലാ സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് വെണ്ടയ്ക്കകൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ഇങ്ങനെയൊരു അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലിംക ഓഫ് റെക്കോർഡ്സിൽ സാറിൻ്റെ തോട്ടത്തിൽ ഈ വെണ്ടയ്ക്ക സ്ഥാനം പിടിക്കട്ടെ നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ സാർ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. സാർ എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പം ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എല്ലാവർക്കും. അപ്പം കമോൺ എവരിബഡിയുടെ ഈ വ്ളോഗോട് തീരാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ കണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.